ഇപ്പോൾ കൊല്ലത്തേക്ക് പോകുന്നു. അവിടെ കൊല്ലം തിവലക്കരയിൽ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ വീട്ടിലെത്തി KCB അവരുടെ ധനസഹായം കൈമാറിയെന്ന് മനസ്സിലാവുന്നു. പ്രതികരണത്തിലേക്ക് പ്രഖ്യാപിച്ച ധനസഹായമായ 5 ലക്ഷം രൂപയാണ് ഇന്ന് മിഥുന്റെ വീട്ടുകാർക്ക് കൈമാറിയിരിക്കുന്നത്. ഇതിന് ബാക്കി നിയമപരമായി കൊടുക്കാനുള്ള മറ്റ് സഹായങ്ങളെല്ലാം തന്നെ താമസമില്ലാതെ തന്നെ നൽകുന്നതായിരിക്കും. ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം എല്ലാം ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അതിപ്പം ഇതുമായില്ല. ഇപ്പം നമ്മുടെ ഇന്നിപ്പോൾ ബാലാവകാശ കമ്മീഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടും നമ്മളല്ലാതെ തന്നെ ഈ ലൈൻ മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അടുത്ത സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇത് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നാളെ തൊട്ട് തന്നെ പ്രവൃത്തികൾ തുടങ്ങുന്നതായിരിക്കും. തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ വീട്ടിലെത്തി ഇപ്പോൾ KCBയുടെ ധനസഹായം കൈമാറി. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതിനുശേഷം KCB ചീഫ് എഞ്ചിനീയർ പ്രതികരിക്കുകയായിരുന്നു മാധ്യമങ്ങളോട്. നേരത്തെ പ്രഖ്യാപിച്ച ധനസഹായം അത് കൈമാറുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ ബോർഡ് ഈ കുടുംബത്തോടൊപ്പം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ചീഫ് എഞ്ചിനീയർ തന്നെ നേരിട്ട് ആ വീട്ടിലെത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ആ ധനസഹായം കൈമാറുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സുജിത് സുരേന്ദ്രൻ അവിടെ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജിത്ത്, KCB നേരത്തെ പറഞ്ഞതാണ് ധനസഹായം നൽകുമെന്ന കാര്യം. ഇപ്പോൾ ഇന്ന് തന്നെ വീട്ടിലെത്തി ചീഫ് എഞ്ചിനീയർ അത് കൈമാറുന്നുണ്ട്. ഇനിയും തുടർന്നും കുടുംബത്തോടൊപ്പം ബോർഡ് ഉണ്ടാകും എന്നുകൂടി ചീഫ് എഞ്ചിനീയർ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. വിവരങ്ങൾ എന്താണ്? പ്രജിൻ, ഇപ്പോൾ വീട്ടിലേക്ക് എത്തി KCB പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപയുടെ ചെക്കാണ് ഇപ്പോൾ KCB അധികൃതരെത്തി MLAയുടെ സാന്നിധ്യത്തിൽ മിഥുൻ്റെ അച്ഛനും സഹോദരനും കൈമാറിയിരിക്കുന്നത്. ഇപ്പോൾ അവർ നമുക്കൊപ്പം തന്നെ ചേരുകയാണ്. ഇപ്പോൾ ഈ പണം ചെക്ക് കൈമാറിയിരിക്കുകയാണ്. 5 ലക്ഷം രൂപയുടെ ഇത് MLA വഴി ഇപ്പം നമ്മൾ കൊടുത്തിട്ടുണ്ട്. KCB ബോർഡ് ഇന്നലെ നമ്മുടെ മന്ത്രി പ്രഖ്യാപിച്ച ധനസഹായമാണ്. ബാക്കി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ബാക്കി തുടർന്ന് നമ്മൾ ചെയ്യും. കൊടുക്കാനുള്ള കേന്ദ്ര സഹായമായിട്ടാണ് ഇപ്പോൾ ഈ 5 ലക്ഷം രൂപ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഈ പണം കൈമാറിയിരിക്കുകയാണ്. ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രഖ്യാപിച്ചിരിക്കുന്ന തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്ന് നേരിൽ വന്ന് മിഥുൻ്റെ പിതാവുമായിട്ട് സംസാരിച്ചു, മുത്തശ്ശിയായിട്ട് സംസാരിച്ചു. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ 3 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡ് അവർ ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ സർക്കാരിൻ്റെ എല്ലാ സഹായവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്ന് വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നടപടി സ്വീകരിക്കുന്നതാണ്. ഇപ്പോൾ KCBയുടെ 5 ലക്ഷം തുകയാണ് ഇപ്പോൾ കുടുംബത്തിലെ ഒരു വരുമാന മാർഗം എന്ന നിലയിൽ അവർക്കൊരു കുടുംബത്തിനൊരു ഒരാൾക്കൊരു ജോലി എന്നൊരു ആവശ്യം. സുജിത് സുരേന്ദ്രനാണ് അവിടെ വിശദാംശങ്ങൾ നൽകി. നമ്മൾ കണ്ടതാണ്. അവിടെ മിഥുന്റെ വീട്ടിലെത്തി KCB ചീഫ് എഞ്ചിനീയർ അവരുടെ ആദ്യ ധനസഹായമായ 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയിട്ടുണ്ട്. കൂടുതൽ നടപടികൾ, കൂടുതൽ സഹായങ്ങൾ അത് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബോർഡ് കുടുംബത്തോടൊപ്പം ഉണ്ട് എന്നാണ് ചീഫ് എഞ്ചിനീയർ ഇപ്പോൾ വ്യക്തമാക്കിയത്.